അങ്ങനെയൊന്നും തന്നെ ആരും വിളിക്കാറില്ല. എന്റെ പൊന്നു ദൈവമേ, ഗോപാൽജി വന്നിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചാലോ? സാറിനെ ഒട്ടകമെന്ന് വിളിക്കുന്നോണ്ട് സാറിന് വല്ലോ വിഷമമുണ്ടോ, ബുദ്ധിമുട്ട് അങ്ങനെ? ആരെന്നെ എന്ത് വിളിച്ചാലും എന്നെ ബാധിക്കില്ല. നല്ല വിഷമമുണ്ട്, പുറത്ത് കാണിക്കുന്നില്ലെന്നുള്ളൂ. പിന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും ഒരു പേരുണ്ടാവും. അല്ല, സാറിന് എങ്ങനെയാണ് ഒട്ടകം എന്ന പേര് വന്നത്? ആ പേര് എനിക്ക് വന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ അറിയണം. ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി, നല്ല മൂഡ് പറവച്ച. അതായത് പശുവിനെ കുറിച്ച് ഒരു ചർച്ച നടക്കാണ് മീഡിയ വണ്ണില്. വിശുദ്ധ മൃഗമായിട്ടാണ് ക്യൂബയിൽ പശുവിനെ കാണുന്നത്. സത്യമാണ്, ക്യൂബയിൽ അങ്ങനെയാണ്. ക്യൂബ ഗവൺമെന്റിന്റെ മൃഗമായിട്ട് വരെ ഈ പശുവിനെ കണ്ടിട്ടുണ്ട്. കാരണം നമ്മുടെ കാർഷിക മേഖലയിലെ ഇത്. അതെ സാർ, ക്യൂബയിലെ പാലിന് നല്ല ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് അവർ പശുവിനെ കൊല്ലാത്തത്. അല്ലാതെ ഒരു പശുവിനെ അമ്മയായിട്ട് കാണുന്നതുകൊണ്ടല്ല പശുവിനെ കൊല്ലാത്തത്. സൗദി അറേബ്യ എന്ന് ഞാൻ പറഞ്ഞു. മെക്കയിൽ എൻ്റെ ഡോക്യുമെന്റ് ആണ്. ഞാൻ ഡോക്യുമെന്റ് ഇല്ലാതെ സംസാരിക്കാറില്ല. അറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, സാറ് റൂട്ട് വിട്ടു പോകുന്നു. സാറിനോട് ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. മെക്കയിൽ ഒട്ടകത്തിനെ മുറിക്കാറില്ല. അന്ന് എൻ്റെ കയ്യിലുള്ള ഡോക്യുമെന്റിൽ മെക്കയിൽ ഒട്ടകത്തിനെ ഇറക്കുന്നത്. സാർ, മെക്കയിൽ ഒട്ടകത്തിനെ കേറ്റാറില്ല. അത് ആരോഗ്യ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ്. സാർ ബാക്കി പറഞ്ഞേ. അപ്പം ഞാൻ ഈ സൗദി അറേബ്യ എന്നാണ് ആദ്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞ എൻ്റെ ഡോക്യുമെന്റ് ഉണ്ട്, സൗദി അറേബ്യയിൽ അറക്കില്ല. കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സൗദി അറേബ്യ അല്ല, സൗദി അറേബ്യയിൽ മെക്കയാണെന്ന് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ സൗദി അറേബ്യ എന്ന് പറഞ്ഞു, സൗദി അറേബ്യയിലല്ലേ മെക്കയിലാണ് കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് മീഡിയ വണ്ണിനെ പോലെയുള്ള ഒരു ചാനൽ ആളെ എങ്ങനെ ഡിഫെയിം ചെയ്യണം, എങ്ങനെ മോശമാക്കണം എന്ന് നോക്കി നടക്കുന്ന ചാനലായിരുന്നു. അല്ല, സാറിന് ബുദ്ധിമുട്ടുണ്ടോ സാറിനെ ഒട്ടകമെന്ന് വിളിക്കുന്നതുകൊണ്ട്? വിഷമം അങ്ങനെ വല്ലോ? അന്ന് തൊട്ട് ഇവരും ഇങ്ങനെ വിളിച്ചു, എനിക്ക് വിരോധമൊന്നുമില്ല. അയ്യോ, സാറിന് ഒട്ടകമെന്ന് വിളിക്കുന്നതുകൊണ്ട് സാറിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നാണ് സാറ് പറയുന്നത്. എന്നാലും നിങ്ങളാരും സാറിനെ ഒട്ടകമെന്ന് വിളിക്കില്ലെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് ഗോപാൽജിയെ കുറിച്ചുള്ള അഭിപ്രായം? ഒന്ന് കമന്റ് പറയണേ. എന്താണെങ്കിലും ഗോപാൽജിന്റെ ഡയലോഗ് ഒക്കെ കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് ദാ ഈ സീന. ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. അതെന്താ? ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. പക്ഷിയാ? കേട്ടിട്ടില്ലേ? ഒട്ടക പക്ഷി. അറബിയിലൊരു ചൊല്ലുണ്ട്, അൽ അന്നമിൻ ആളഹ അൽ ഒട്ടഹ. അതായത് ഒട്ടകത്തെ ഉപദ്രവിക്കരുത്.